ഒരിക്കൽ വിജയനഗര സാമ്രാജ്യത്തിലേക്ക് ഇറാനിലെ ഒരു വ്യാപാരി മഹാരാജാവിനെ സന്ദർശിക്കാനായി വന്നു. രാജാവ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. വ്യാപാരി, നിങ്ങളുടെ ആഗമനം ഈ രാജ്യത്തിന് ഫലപ്രദമായിരിക്കും. നിങ്ങൾ ഇവിടെ ഞങ്ങളുടെ അതിഥിയായി താമസിച്ച് ഞങ്ങളുടെ രാജ്യത്തിന്റെ വളർച്ചയെക്കുറിച്ച് നിരീക്ഷിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ പാചകങ്ങളും സന്തോഷത്തോടെ രുചിച്ചാലും. ഉത്തരവ് പോലെ മഹാരാജൻ. മന്ത്രി, ഈ വ്യാപാരിക്ക് താമസിക്കുവാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കൊടുക്കൂ. ആജ്ഞ പോലെ മഹാരാജൻ. അതിഥി മാളികയിൽ താമസിച്ചു പോന്ന വ്യാപാരിക്ക് പലതരം സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ വിളമ്പിക്കൊടുത്തു കൊട്ടാര പാചകക്കാരൻ. വ്യാപാരിയും സന്തോഷത്തോടെ എല്ലാം കഴിച്ചു. അപ്പോൾ പാചകക്കാരൻ കയ്യിൽ ഒരു പാത്രവും എടുത്തുകൊണ്ട് വന്നു. ഇത് സ്വാദുള്ളൊരു മധുര പലഹാരമാണ്. ഇതിന്റെ പേരാണ് രസഗുല്ല. ഇത് നമ്മുടെ രാജാവിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. ഇത് താങ്കൾക്കായി വളരെ ശ്രദ്ധയോടെ പാചകം ചെയ്തതാണ്. കഴിച്ചു നോക്കിയാലും. ഞമ്മക്ക് ഈ രസഗുല്ലയൊന്നും വേണ്ട. രസഗുല്ലയുടെ വേരുണ്ടെങ്കിൽ തന്നേക്ക്, നമുക്കത് ഇഷ്ടപ്പെടും. പാചകക്കാരന് രസഗുല്ലയുടെ വേരെന്താണെന്ന് എത്തും പിടിയും കിട്ടിയില്ല. അയാൾ അന്തം വിട്ടുപോയി. അയാൾ മഹാരാജാവിന്റെ പക്കൽ വന്ന് നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. എന്ത്? രസഗുല്ലയുടെ വേരോ? ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊന്നിനെ കുറിച്ച് നാം കേട്ടിട്ടുമില്ല, കണ്ടിട്ട് പോലുമില്ലല്ലോ. അതാണ് എനിക്കും മനസ്സിലാകാത്തത് രാജൻ. ആ വ്യാപാരി നമ്മുടെ അതിഥിയാണ്, ബഹുമാന്യനാണ്. അദ്ദേഹം ആവശ്യപ്പെടുന്നത് കൊടുക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിന് അഭിമാനം. ശരി, നിങ്ങൾ പൊയ്ക്കോളൂ. രാജദർബാറിൽ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമോ എന്ന് നാം അന്വേഷിക്കാം. പിറ്റേന്ന് രാജസദസ് തുടങ്ങി. സദസ്യരെ, നിങ്ങളിൽ ആർക്കെങ്കിലും രസഗുല്ലയുടെ വേര് എവിടെ കിട്ടുമെന്ന് അറിയാമോ? എന്തിനാണ് ചിരിക്കുന്നത്? നമ്മുടെ അതിഥികളിൽ ഒരാൾ അത് കഴിക്കാൻ അതിയായി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാമെങ്കിൽ പറഞ്ഞാലും. മഹാരാജാവേ, രസഗുല്ലയ്ക്ക് എവിടുന്നാണ് വേര്? ഇതെന്തോ തന്ത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കറിയില്ലെങ്കിൽ തന്ത്രമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ? എന്താ തെന്നാലി രാമ, താങ്കൾക്ക് പോലും ഇതറിയില്ലേ? അറിയാം രാജൻ, രസഗുല്ലയ്ക്ക് വേരുണ്ട്. ഞാനിത് കണ്ടിട്ടുള്ളതാണ്. തെന്നാലി, നുണ പറയുന്നതിന് ഒരു അതിരുണ്ട്. നിങ്ങൾ പറയുന്നത് കേട്ടാൽ ചിരിയാണ് വരുന്നത്. രസഗുല്ലയുടെ വേര് ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം. നാളെ തന്നെ അത് വ്യാപാരിക്ക് കഴിക്കാൻ കൊടുക്കാം. ഇതിനായി എനിക്കൊരു വെള്ളിപ്പാത്രവും കത്തിയും തന്നാലും മഹാരാജൻ. തീർച്ചയായും തരാം. പക്ഷേ ആ പുതുമയുള്ള രസഗുല്ലയുടെ വേര് നമുക്കും കാണാൻ ആഗ്രഹമുണ്ട്. അതിനാൽ നാളെ ആ വ്യാപാരിയെ രാജസദസ്സിലേക്ക് വിളിപ്പിച്ച് രസഗുല്ലയുടെ വേര് കഴിക്കാൻ കൊടുക്കാം. ആജ്ഞ പോലെ രാജൻ. സേനാധിപതി, ഈ തെന്നാലി രാമന് ഭ്രാന്ത് പിടിച്ചുവെന്ന് തോന്നുന്നു. ഈ രാജാവും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് മറ്റുള്ളവരെ വട്ടുകളിപ്പിക്കുകയാണ്. നമുക്കെന്താ? രസഗുല്ലയുടെ വേര് കിട്ടിയില്ലെങ്കിൽ തെന്നാലിയല്ലേ അപമാനിതനാകാൻ പോകുന്നത്? പിറ്റേന്ന് രാജസദസ് ആരംഭിച്ചു. രാജാവ് ആ വ്യാപാരിയെ കൂട്ടിക്കൊണ്ടുവന്ന് തന്റെ സിംഹാസനത്തിലിരുന്നു. അപ്പോൾ തെന്നാലി രാമൻ വെള്ളിപ്പാത്രവും കൊണ്ട് ദർബാറിൽ പ്രവേശിച്ചു. ആ പാത്രം ഒരു പട്ടുതുണി കൊണ്ട് പൊതിഞ്ഞിരുന്നു. തെന്നാലി രാമൻ, എവിടെ? രസഗുല്ലയുടെ വേര് ആദ്യം നമുക്ക് കാണിച്ചാലും രാമ. ക്ഷമിച്ചാലും രാജൻ, ഇതാദ്യം നമ്മുടെ അതിഥിയാണ് കഴിക്കേണ്ടത്. തെന്നാലി ആ പാത്രത്തിൽ നിന്ന് തുണിയെടുത്ത് മാറ്റി വ്യാപാരിയുടെ നേർക്ക് നീട്ടി. അതിൽ ധാരാളം കരിമ്പിൻ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. വ്യാപാരി അത് ഓരോന്നായി എടുത്ത് സ്വാദോടെ കഴിച്ചു. ആഹാ, എന്തു രുചി! ഈ രസഗുല്ലയുടെ വേരിന് എന്തൊരു സ്വാദാണ്! തെന്നാലി, കരിമ്പിൻ കഷ്ണങ്ങളാണോ രസഗുല്ലയുടെ വേരായി കൊടുത്തത്? അതെ രാജൻ, മധുര പലഹാരങ്ങൾ എന്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്? പഞ്ചസാരയിൽ നിന്ന്. പഞ്ചസാര കരിമ്പിൽ നിന്ന് എടുക്കുന്നതാണ്. വേരെന്നാൽ മൂലം. മധുര പലഹാരമായ രസഗുല്ലയുടെ വേര് അപ്പോൾ കരിമ്പല്ലേ? സബാഷ് തെനാലി, താങ്കളുടെ ബുദ്ധി സാമർഥ്യത്തെ അഭിനന്ദിക്കുന്നു. സമയോചിതമായി പ്രവർത്തിച്ച് വ്യാപാരിയെയും തൃപ്തിപ്പെടുത്തി രാജ്യത്തിന്റെ അഭിമാനവും കാത്തു സംരക്ഷിച്ചു. എന്താ കൂട്ടുകാരെ,
നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോ എന്ത് ചോദിച്ചാലും നമ്മൾ പരിഭ്രമിക്കാതെ സമയോചിതമായി ചിന്തിക്കുന്നതിലൂടെ നമുക്ക് സൽപ്പേര് സമ്പാദിക്കാം. എന്താ ശരിയല്ലേ? സമ്പത്ത് മാത്രമേ ഖജനാവിൽ സൂക്ഷിക്കാൻ പാടുള്ളൂ എന്നല്ലേ നിയമം? അതുകൊണ്ട് ഇത് നമ്മുടെ വിശ്വസ്തനായ തെന്നാലി രാമന്റെ വീട്ടിൽ ഭദ്രമായി സൂക്ഷിക്കാൻ പറയുന്നതല്ലേ ശരി? നല്ല ആശയം. തെന്നാലി രാമ, താങ്കളുടെ അഭിപ്രായം എന്താണ്? അങ്ങയുടെ ആജ്ഞ പോലെ രാജൻ.